Our next topic is exceptions. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇൻട്രപ്റ്റ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇൻട്രപ്റ്റ്സിൻ്റെ രണ്ട് ടോപ്പിക്കും കൂടിയുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് എക്സെപ്ഷൻ വരുന്നത്. ഇപ്പോൾ ഈ ഇൻട്രപ്റ്റിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, ഇൻട്രപ്റ്റ്സ് കോസ്ഡ് ബൈ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് സെൻഡ് ബൈ IO ഡിവൈസസ്. സം IO ഡിവൈസസ് ജനറേറ്റ് ചെയ്യുന്ന ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് വെച്ചിട്ടാണ് ഇൻട്രപ്റ്റ്സ് ഉണ്ടാവുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യും. An interrupt is an event that caused the execution of one program to be suspended and the execution of another program to begin. അപ്പോൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം സസ്പെൻഡ് ചെയ്യും, ദെൻ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യും. സോ ഫാർ വി ഹാവ് ഡീൽഡ് only with interrupts caused by events associated with IO data transfers. However, the interrupt mechanism is used in a number of other situations. നമ്മൾ ഇത്തിരി നേരം IO ഡിവൈസസ് ജനറേറ്റ് ചെയ്യുന്ന, റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന ഇൻട്രപ്റ്റ്സിൻ്റെ കേസ് മാത്രമാണ് പറഞ്ഞത്. ബട്ട് ഇൻട്രപ്റ്റ്സ് നമ്മൾ വേറെ കേസിലും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. The term exception is often used to refer to any event that causes an interruption. Hence, IO interrupts are one example of an exception. We now describe a few other kinds of exceptions. അപ്പം എക്സെപ്ഷൻ എന്ന് പറഞ്ഞാലും സം കൈൻഡ് ഓഫ് ഇൻട്രപ്റ്റ്സ് തന്നെയാണ്. IO ഡിവൈസസ് ജനറേറ്റ് ചെയ്യുന്ന ഇൻട്രപ്റ്റ് എക്സെപ്ഷൻ ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ വേറെയും എക്സെപ്ഷൻസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. Interrupt request from IO devices is one type of an exception. Other type exceptions ആണ് റിക്കവറി ഫ്രം എറേഴ്സ് എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷൻ ആണ്. ഡീബഗ്ഗിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പ്രിവിലേജ് എക്സെപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് പറയുന്നത് റിക്കവറി ഫ്രം എറേഴ്സ്. Computers use a variety of techniques to ensure that all hardware components are operating properly. For example, many computers include an error checking code in the main memory, which allows detection of errors in the stored data. If an error occurs, the control hardware detects it and informs the processor by raising an interrupt. അപ്പോൾ എറേഴ്സ് നമ്മളറിയാം, നോർമൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് എറേഴ്സ് ഉണ്ടാവാറുണ്ട്. ദെൻ എറർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ഡീബഗ്ഗിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് അല്ലേ. എററിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡീബഗ്ഗിംഗ്. അപ്പോൾ എറർ ഉണ്ടോ ഇല്ലയോ എന്ന് എറർ ചെക്കിങ്ങിൻ്റെ ആ ഡീബഗ്ഗിംഗ് കോഡ് വെച്ചിട്ട് നമുക്ക് എറർ ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ എറർ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കൺട്രോൾ ഹാർഡ്വെയർ ഈ എറർ ഡിറ്റക്റ്റ് ചെയ്യും, എന്നിട്ട് പ്രൊസസ്സറിനെ ഇൻഫോം ചെയ്യും എറർ ഒക്കർ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊരു ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്തിട്ടാണ് എറർ ഒക്കർ ചെയ്തിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദ പ്രൊസസ്സർ മേ ഓൾസോ ഇൻട്രപ്റ്റ് എ പ്രോഗ്രാം ഇഫ് ഇറ്റ് ഡിറ്റക്ട്സ് എൻ എറർ ഓർ എൻ അൺയൂഷ്വൽ കണ്ടീഷൻ വൈൽ എക്സിക്യൂട്ടിംഗ് ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദിസ് പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അൺയൂഷ്വൽ കണ്ടീഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും അതിനെ നമുക്ക് എന്ത് ചെയ്യാം, എറർ ഒക്കർ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. When such errors are detected, exception processing is initiated. Processor takes the same steps as in the case of IO interrupt request. It suspends the execution of current program and start execution of an exception service routine. നമ്മൾ സിമിലർലി ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യുന്ന അതേ മാനർ തന്നെയാണ് ഒരു എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ എക്സെപ്ഷൻ സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് സം പ്രോഗ്രാംസ് ഉണ്ടാവും, അതാണ് സർവീസ് റൂട്ടീൻ എന്ന് പറയുന്നത്. അത് എക്സിക്യൂട്ട് ചെയ്യും, വിച്ച് takes appropriate action to recover from the error if possible or to inform the user about it. അപ്പോൾ നമുക്ക് അത് കറസ്പോണ്ടിങ് എന്തെങ്കിലും ആക്ഷൻസ് പെർഫോം ചെയ്യാം. ഇനി ആ ആക്ഷൻ പെർഫോം ചെയ്തിട്ട് എററിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ യൂസറിനെ ഇൻഫോം ചെയ്യും, ഇന്ന എറർ വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരു എറർ മെസ്സേജ് പ്രിൻറ്റ് ചെയ്തിട്ട് യൂസറിനെ ഇൻഫോം ചെയ്യും. Recall that in this case of an IO interrupt, we assumed that the processor complete execution of the instruction in progress before accepting the interrupt. However, when the interrupt is caused by an error associated with the current instruction, that instruction cannot usually be completed and the processor begins exception processing immediately. അതായത് നമ്മൾ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താ പറയുന്നത്, ഒരു എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻ
കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും, i+1 ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് പ്രോഗ്രാം കൗണ്ടറിലെ അഡ്രസ്സ് എടുത്തിട്ട് സേവ് ചെയ്ത് വെക്കും. അതിന് ശേഷമാണ് നമ്മൾ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് എക്സെപ്ഷൻ ഒരു എറർ ഇൻസ്ട്രക്ഷൻ ആണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എറർ ഇൻസ്ട്രക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴെങ്കിലും ഒരു എറർ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് എക്സെപ്ഷൻ സർവീസ് റൂട്ടീൻ അപ്പം തന്നെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഈ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല, കാരണം അതൊരു എറർ ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പോൾ എക്സെപ്ഷൻ സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യുക, ആ കറണ്ട് ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ. അപ്പം നെക്സ്റ്റ് രണ്ടാമത്തെ കേസിൽ പറയുന്നതാണ് ഡീബഗിങ്. ഒന്നാമത്തെ കേസ് നമ്മൾ റിക്കവറി ഫ്രം എറേഴ്സ് ആണ്, രണ്ടാമത്തെ കേസ് ഡീബഗിങ് ആണ്. അനദർ ഇമ്പോർട്ടൻറ്റ് type of exception is used as an aid in debugging programs. System software usually include a program called debugger which helps the programmer find errors in a program. നമുക്കറിയാം ഡീബഗിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് എന്താണെന്നല്ലേ. നമ്മൾ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ പ്രോഗ്രാമിന് കമ്പൈൽ ചെയ്യാറുണ്ട്. കമ്പൈൽ ചെയ്യുന്ന സമയത്ത് കിട്ടും നമുക്ക്, കമ്പൈൽ ചെയ്ത് ഡീബഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ബഗ്സ് അതിൻ്റെ അകത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, ആ പ്രസൻ്റ് ആയിട്ടുള്ള ബഗ്സ് ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഡീബഗർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ നമുക്ക് പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതാണ് നമ്മളെ ഡീബഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ദ ഡീബഗർ യൂസസ് എക്സെപ്ഷൻസ് ടു പ്രൊവൈഡ് ടു ഇമ്പോർട്ടൻറ്റ് ഫെസിലിറ്റീസ്, ട്രേസ് മോഡ് ആൻഡ് ബ്രേക്ക് പോയിന്റ്. രണ്ട് മെത്തേഡ്സ് ആണ് നമുക്ക് തരുന്നത്, ട്രേസ് മോഡും അതുപോലെ തന്നെ ബ്രേക്ക് പോയിന്റ്സ്. ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ട്രേസ് ആൻഡ് ബ്രേക്ക് പോയിന്റ്സ്. ട്രേസ് മോഡിൻ്റെ അകത്ത് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സെപ്ഷൻസ് ഒക്കേഴ്സ് ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് എവറി ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ട്രേസ് മോഡിൻ്റെ അകത്ത് ഓരോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എക്സെപ്ഷനെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഡീബഗിംഗ് പ്രോഗ്രാം ഈസ് യൂസ്ഡ് ആസ് എൻ എക്സെപ്ഷൻ സർവീസ് റൂട്ടീൻ. പ്രോഗ്രാം എന്ത് ചെയ്യുന്നത്, എക്സെപ്ഷൻ സർവീസ് റൂട്ടീനായിട്ടാണ് ഡീബഗിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രേസ് മോഡ് എന്ന് പറയുന്നത് ബ്രേക്ക് പോയിന്റ്സ് എന്ന് പറയുന്നത് എക്സെപ്ഷൻസ് ഒക്കേഴ്സ് ഓൺലി അറ്റ് സ്പെസിഫിക് പോയിന്റ് സെലക്റ്റഡ് ബൈ ദ യൂസർ. അതായത് ഓരോ പോയിന്റ് കൊടുത്തിട്ടുണ്ടാകും, നമ്മൾ ആ പോയിന്റിൽ എന്തെങ്കിലും എക്സെപ്ഷൻസ് വരുന്നുണ്ടോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഡീബഗിംഗ് പ്രോഗ്രാം ഈസ് യൂസ്ഡ് ആസ് ദ എക്സെപ്ഷൻ സർവീസ് റൂട്ടീൻ. ഡീബഗിംഗ് പ്രോഗ്രാം ആണ് ഇവിടെ എക്സെപ്ഷൻ സർവീസ് റൂട്ടീനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെയും എക്സെപ്ഷൻ സർവീസ് റൂട്ടീൻ തന്നെയാണ്. ദെൻ ട്രേസ് മോഡിൻ്റെ അകത്ത് പറയുന്നത് എക്സെപ്ഷൻ ഒക്കേഴ്സ് ആഫ്റ്റർ ഓരോ ഇൻസ്ട്രക്ഷൻ്റെയും കേസിൽ നോക്കുന്നുണ്ട്. ബ്രേക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് സം പോയിന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടാകും, ആ പോയിന്റ്സിലൊക്കെ എറേഴ്സ് വരുന്നുണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പ്രിവിലേജ് എക്സെപ്ഷൻ കേസസ് ആണ്. അപ്പോൾ അതെന്താ പറയുന്നത് വെച്ചാൽ സർട്ടൻ ഇൻസ്ട്രക്ഷൻസ് ക്യാൻ ബി എക്സിക്യൂട്ടഡ് ഓൺലി വെൻ ദ പ്രൊസസ്സർ ഈസ് ഇൻ ദ സൂപ്പർവൈസർ മോഡ്. These are called privileged instructions. അതായത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പ്രൊസസ്സർ സൂപ്പർവൈസ്ഡ് മോഡിലാണെങ്കിൽ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിവിലേജ്ഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് an attempt is made to execute a privileged instruction ഇൻ ദ യൂസർ മോഡ്, അതായത് സൂപ്പർവൈസർ മോഡിലാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രിവിലേജ്ഡ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ യൂസർ മോഡിലുള്ള സമയത്ത് ഈ പ്രിവിലേജ്ഡ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രിവിലേജ്ഡ് എക്സെപ്ഷൻസ് ഉണ്ടാവും. അതാണ് പ്രിവിലേജ്ഡ് എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. 3 ടൈപ്പ് എക്സെപ്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് 3ാമത്തെ ടൈപ്പാണ് പ്രിവിലേജ്ഡ് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കോസസ് എന്ന് പറയുന്നത് പ്രൊസസ്സർ ടു സ്വിച്ച് ടു ദ സൂപ്പർവൈസർ മോഡ്, അതായത് യൂസർ മോഡിലാണെങ്കിൽ സൂപ്പർവൈസർ മോഡിലേക്ക് സ്വിച്ച് ചെയ്യണം. എക്സിക്യൂഷൻ ഓഫ് എൻ അപ്രോപ്രിയേറ്റ് എക്സെപ്ഷൻ സർവീസ് റൂട്ടീൻ. അപ്പം ഇങ്ങനൊരു എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ അപ്രോപ്രിയേറ്റുള്ളൊരു എക്സെപ്ഷൻ സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയാണ് എക്സെപ്ഷൻ്റെ കേസിൽ പറയുന്നത്. അപ്പോൾ 3 ടൈപ്പ് നമ്മൾ എക്സെപ്ഷൻ്റെ കേസിൽ പറഞ്ഞത്. ഒന്ന്, എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എക്സെപ്ഷൻ സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ അതല്ലാണ്ട് ഇൻട്രപ്റ്റ് പോലത്തെ എക്സെപ്ഷൻ ആണെങ്കിൽ, അതല്ലാണ്ട് വരുന്ന എക്സെപ്ഷൻസ് ആണ് റിക്കവറി ഫ്രം എറേഴ്സും ഡീബഗിങ്ങും പ്രിവിലേജ്ഡ് എക്സെപ്ഷൻസും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സെപ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്നത്.